അങ്ങനെ ഞങ്ങളുടെ പാലക്കാട് വന്നു ഗ്ലാസ് ബ്രിഡ്ജ് കേട്ടോ. ആ ഇതിന്റെ ഉള്ളിൽ കൂടെ നോക്ക്. പോരട്ടെ. ആ ആ പോരട്ടെ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ ഒരു വ്ളോഗിലേക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നത് കോങ്ങാട് ഹിൻലാൻഡ് ചിൽഡ്രൻ പാർക്കിലാണ്. ഇത് പാലക്കാടാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ലീവിന് നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് പാലക്കാട്. അപ്പോൾ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്ന് ചിൽഡ്രൻ പാർക്കിൽ വന്നിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ചയും കൂടിയാണ്. അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ബാക്കിൽ മ്യൂസിക് കണ്ടോ? ബാക്കിൽ മ്യൂസിക് കേൾക്കുന്നില്ലേ? അത് ചിൽഡ്രൻ പാർക്കിൻ്റെ മ്യൂസിക്കാണ്. അപ്പം നമുക്ക് ഉള്ളിൽ പോവല്ലേ? ഉള്ളിൽ പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അല്ലേ? അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു കേട്ടോ. എനിക്ക് സ്പേസ് കിട്ടിയത് പാർക്കിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ്. അവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ. ഇന്ന് സൺഡേ ആയത് കാരണം എല്ലാ സ്ഥലത്തും പാർക്കിംഗ് ഫുള്ളാണ്. പാർക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ടും പാർക്കിംഗ് അവൈലബിൾ ആണ്. പിന്നെ പാർക്കിൻ്റെ അകത്തും പാർക്കിംഗ് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ വണ്ടി കൊണ്ടുവരുമ്പോൾ നമുക്ക് പാർക്കിങ്ങിന് ടെൻഷനൊന്നും വേണ്ട. പാർക്കിങ്ങിൻ്റെ ഫീസും കാര്യങ്ങളും ഒന്നും ഇവിടെ ഇല്ല. പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാനുള്ള കാരണം അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പാട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കോപ്പി റൈറ്റ് കിട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻട്രൻസ്. നമുക്ക് എൻട്രൻസിൽ ഹിൻലാൻഡ് ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറഞ്ഞ ബോർഡൊക്കെ കാണാൻ പറ്റും. അങ്ങനെ പാർക്കിൽ എൻ്റർ ചെയ്യുമ്പോൾ ഇതാ മുമ്പ് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഈ പാർക്കിൻ്റെ ഓണർ സുലൈമാനിക്ക. അങ്ങനെ ഇക്കോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു. അങ്ങനെ പരിചയപ്പെടാൻ ഒരു ഭാഗ്യം കിട്ടി. പിന്നെ ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് പോയപ്പോൾ ഇതാ അച്ഛനും അമ്മയും ഇതാ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് അഡൾട്ടിന് 30 രൂപ, കുട്ടികൾക്ക് 50 രൂപയാണ് കേട്ടോ. പിന്നെ കോംബോ ടിക്കറ്റും അവൈലബിൾ ആണ്. ടിക്കറ്റ് പ്രൈസിന് സ്ക്രീൻഷോട്ട് ഞാൻ സ്ക്രീനിൽ തന്നിട്ടുണ്ട്. അതുകൂടാണ്ട് അവിടുത്തെ ഫോൺ നമ്പറും തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് ഒന്ന് ചോദിച്ചാൽ മതി. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഞാൻ എല്ലാവരുടെ മുഖത്തും സന്തോഷം കണ്ടു കേട്ടോ. പിന്നെ പാറു അണച്ച ഡബിൾ ഹാപ്പി. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. അവിടെ അണച്ച കുറേ റൈഡ്സ് ഉണ്ട്. പിന്നെ ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടിക്കറ്റിനുള്ളിൽ കുറേ ഫ്രീ റൈഡ്സും അവൈലബിൾ ആണ് കേട്ടോ കുട്ടികൾക്ക് വേണ്ടി. പാറു ആകെ കൺഫ്യൂസ്ഡ് ആണ് എവിടെയാണ് കളിക്കേണ്ടതെന്ന്. കാരണം കുറേ ഐറ്റംസ് ഉണ്ട്, കുറേ റൈഡ്സ് ഉണ്ട്. ഇവിടെ ഒരു പഞ്ചിങ് ബാഗ് ഉണ്ട് കേട്ടോ. അങ്ങനെ പാറു അത് കണ്ടപ്പോൾ ആ പഞ്ചിങ് ബാഗിനെ കുറേ ഇടിച്ച് ചമ്മന്തിയാക്കി കേട്ടോ. അവസാനം പഞ്ചിങ് ബാഗ് തിരിച്ച് പാറുവിന് ഒരു ഇടി കൊടുത്തു. ഇവിടുത്തെ ഈ സെക്ഷനാണ് എനിക്ക് തോന്നിയത് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷൻ. കാരണം അവിടെ കുട്ടികൾ കയറി കഴിഞ്ഞാൽ ഭയങ്കര ചാട്ടാണ്. കണ്ടോ കുട്ടികൾക്ക് എന്ത് ചാട്ടാണ് ചാടുന്നത്. ആ പാറുവൊക്കെ ചാടുന്നത് കണ്ടാൽ നമുക്ക് തന്നെ പേടിയാവും. എത്ര ഹൈറ്റിലാണ് ചാടുന്നത് നോക്കിയേ. അവൾക്ക് അതൊക്കെ ഒരു എൻജോയ്മെൻറ്റ്. കുട്ടികൾ എൻജോയ് ചെയ്ത് കാണുമ്പോൾ നമുക്കും മനസ്സിന് ഒരു സന്തോഷം. അങ്ങനെ ഞങ്ങളുടെ മോളെ ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം അല്ലേ പാറു? അല്ലേ, കാറിൽ ഇരിക്കാൻ വേണ്ടി ക്ഷമയോടെ വെയിറ്റ് ചെയ്യാണ്. അവരെ കഴിഞ്ഞിട്ട് വേണം എൻ്റെ മോൾക്ക് കയറാൻ അല്ലേ? അല്ലേ പാറു? ജീപ്പിൽ കയറണ്ടേ? പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണം. ഓപ്പണാ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാം. അവസാനം പാറുവിന് കാറ് കിട്ടിയില്ലേ പാറു? അല്ലേ? കമോൺ പോരട്ടെ, തിരിയട്ടെ. മെല്ലെ ഓടിക്കണേ പാറു. ബ്രേക്കൊക്കെ ഇല്ലേ വണ്ടിയിൽ? പാറു വണ്ടിയിൽ ബ്രേക്കൊക്കെ ഇല്ലേ? ആയ് പാറു ഓൺ ഹോൺ ഹോൺ.
ഇവിടെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ എല്ലാ റൈഡ്സും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ 100% ആണ് കേട്ടോ. എന്തായാലും നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു ഈവനിങ്ങോ നമ്മൾ ആഫ്റ്റർനൂൺ നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. അതല്ലാണ്ട് ഇവിടെ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജും ഉണ്ട് കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിൽ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ മോളുടെ കളിയൊന്നും കഴിയട്ടെ, അതുകൊണ്ട് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ പോവാം. ഓക്കെ, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ആ സ്വിമ്മിംഗ് പൂൾ താഴത്ത് ഞാൻ ചേർത്തെ കണ്ടോ, സ്വിമ്മിംഗ് പൂൾ ഉണ്ട് താഴത്ത്. അവിടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മോൾക്ക് എക്സ്ട്രാ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടോ? മോൾ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെ കളിപ്പിക്കാറുണ്ട്. മോൾക്ക് ഡ്രസ്സ് കൊണ്ടുവന്നില്ല. നോക്കിയേ, അവിടെ വാട്ടർ ബോട്ട് റൈഡൊക്കെ ഉണ്ട്. ആ മോളെ കയറിക്കോ. അപ്പോൾ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ പോവാണ്. ഇവിടെ അഡൾട്ടിന് 100 റുപ്പീസും ചൈൽഡിന് 50 റുപ്യാണ് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ. കയറി നോക്കട്ടെ. ആ രസല്ലേ മോളെ? നോക്കിയേ, താഴത്തേക്ക് നോക്കിയേ. അങ്ങനെ ഞങ്ങളുടെ പാലക്കാട് വന്നു ഗ്ലാസ് ബ്രിഡ്ജ് കേട്ടോ. ഇതിന്റെ മുകളിൽ വന്നാൽ നമുക്ക് ഇവിടുത്തെ മുഴുക്ക കാടും പരിസരമൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. നോക്കിയേ, എങ്ങനെയുണ്ടായിരുന്നു കുഞ്ഞ ഗ്ലാസ് ബ്രിഡ്ജ്? താഴത്തോട്ട് നോക്കിയേ. അങ്ങനെ ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരികയാണെന്ന് വെച്ചാൽ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ എന്തായാലും കയറണം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കോങ്ങാട് മുഴുക്ക ഇവിടുന്ന് കാണാൻ പറ്റും. അതിൻ്റെ ഫോറസ്റ്റ് മുഴുക്ക ഇവിടുന്ന് കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ ഗൺഷൂട്ട് ഉണ്ട് കേട്ടോ. ഗൺഷൂട്ട് നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കിയാലോ? നിന്റെ ഷൂട്ടിംഗ് പവർ എങ്ങനെയുണ്ട്? നമുക്ക് നോക്കാം, വാ നോക്കല നമുക്ക് ആരാ ഞെട്ടെന്ന്. ദലിമോ ഇവിടെ ഷൂട്ട് ചെയ്യാൻ നോക്കുകയാണ്. നമുക്ക് ഉന്നം നോക്കാം. പരീക്ഷ പോകണം. ആ ഇതിന്റെ ഉള്ളിൽ കൂടെ നോക്ക്. പോരട്ടെ. ആ ആ പോരട്ടെ. ഇനി ഞാനൊന്ന് വന്നു വീഴും. ഓക്കെ അല്ലേ? സൂപ്പർ. അപ്പൊ ഉന്നം നോക്കിട്ടെ. ആ അടുത്തതായ പപ്പ ഓട്ടെ. ഊഫ്, ഇനി പാറു കമ്മോൺ പോരട്ടെ. ഏതാ ആദ്യം ഉന്നം വെച്ചിട്ട് ആ പോട്ടെ. വെരി ഗുഡ്, കമ്മോൺ മോളെ. ഇപ്പൊ സ്റ്റാർട്ട് ആവൂട്ടോ മോളു. ഇങ്ങനെ കറങ്ങി വാ. അടിപൊളി സെറ്റപ്പ് അല്ലേ? നല്ലൊരു സെറ്റപ്പാ. നമുക്ക് ഇരിക്കാം. ആ അവര് എൻജോയ് ചെയ്തോട്ടെ. ഇതിന് 70 റുപ്പീസ് പെർ പേഴ്സൺ. ആഹാ അടിപൊളി.
കുഞ്ഞാ എങ്ങനെയുണ്ട്? തല കറങ്ങണ്ടാ? ആ എങ്ങനെയുണ്ട്? തല കറങ്ങണ്ടോ? തല കറങ്ങണ്ട? മമ്മി എങ്ങനെയുണ്ട്? തല കറങ്ങണ്ട? ഏ എങ്ങനെയുണ്ട്? ആ മോളത് മുഴുക്ക ബോളാണല്ലോ. അച്ഛനെ അറിയില്ല. പാറു അതുണ്ട് കേട്ടോ. പാറു അവിടെ കയറിയിട്ട് താഴത്തേക്ക് സ്ലൈഡ് ഒന്ന് സ്ലൈഡ് ചെയ്തേ. റൈഡ് ചെയ്യേ. ബോളെന്താ എടുക്കണേ? ബോളൊക്കെ എടുത്തു കഴിഞ്ഞാൽ സ്ലൈഡ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ നോക്കട്ടെ. മോൻ കളിക്കണില്ലേ? പാറു സ്ലൈഡ് ചെയ്തേ. കമോൺ. കമോൺ പാറു, വീഴരുത്. ഹേ ഒന്നുമില്ല, മോള് വലിയ കുട്ടിയായില്ലേ? പാറു വലിയ കുട്ടിയായില്ലേ? അയ്യോ കടന്ന് ഉരുളോ നോക്കി. അവിടെ കടന്നൊരു ഫോട്ടോ കിട്ടെ. പിന്നെ ഇവിടെ ഹോളുണ്ട് കേട്ടോ, വലിയ ഹോളാണ്. പിന്നെ ഇവിടെ വലിയ പാർട്ടീസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. വലിയ ഹോളാണ്. എന്താ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബർത്ത്ഡേ പാർട്ടിയോ റിസപ്ഷനോ അങ്ങനെയൊക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം അത്ര വലിയ ഹോളാണത്. അടിപൊളിയാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു ക്യാൻറ്റീനാണ് കേട്ടോ. അപ്പോൾ ക്യാൻറ്റീനിലൊന്ന് പോകണം. ക്യാൻറ്റീനിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഇവിടെ കുറച്ച് ഫോട്ടോ എടുക്കാൻ പറ്റിയ സീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങളിവിടെ കുറേ കറങ്ങിയിട്ടാ, കുറേ എൻജോയ് ചെയ്തു, ഫോട്ടോ എടുത്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്നാക്സോ കാര്യങ്ങൾ എന്തെങ്കിലും കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ ഹിൽ ആൻഡ് ഫുഡ് ഹബ്ബ്. ഇവിടെ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താ ഉണ്ട്? ഫ്രഞ്ച് ഫ്രൈസോ? ഫ്രഞ്ച് ഫ്രൈസ്. കോഫി ഉണ്ടോ ചേച്ചി? കോഫി ഉണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ മെനു ആണ് കേട്ടോ. ബിരിയാണി ഉണ്ട് കേട്ടോ, ബർഗർ, ചായ, കോഫി ഒക്കെ നോർമൽ റേറ്റ് തന്നെയാണ് ഇവിടെ കാണുമ്പോൾ. ഇത് മോമോസ്, ചിക്കൻ പോപ്സ്, മാംഗോ, അവിൽ മിൽക്ക്, എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. മമ്മിക്ക് എന്താണ് ചായ വേണ്ടത്? അത് ചായ വേണ്ടത് അവിൽ മിൽക്കാ വേണ്ടത്? അവിൽ മിൽക്ക്. പപ്പയ്ക്ക് എന്താ ചായ? നിനക്ക് എന്താ വേണ്ടത്? മോമോസ് ഉണ്ട്. ചിക്കൻ മോമോസാ? ഫ്രഞ്ച് ഫ്രൈസോ? ആ ചായ അല്ലേ? ഓക്കെ. റൈഡൊക്കെ ചെയ്തിട്ട് ക്ഷീണിച്ച് വന്നിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളിവിടെ ഈ ഞങ്ങൾ ഫുഡ് ഹബിൽ വന്നിരിക്കുകയാണ്. കുറച്ച് നല്ല നല്ല ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട് കഴിക്കാൻ. അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നോർമൽ റേറ്റ്സ് ആണ്, അങ്ങനെ കത്തി റേറ്റ്സ് ഒന്നും അല്ല അല്ലേ? അപ്പോൾ ചിക്കനും വെജും അത്യാവശ്യം പുറത്ത് കിട്ടുന്ന എല്ലാം
ഐറ്റംസ് ഇവിടെ കാര്യങ്ങളുണ്ട്. അവിൽ മിൽക്ക്, മാംഗോ അവിൽ മിൽക്ക്, തണുത്തതും ചൂടുള്ളതും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഞങ്ങൾ വന്നിരിക്കുന്നത് ഇതിന്റെ മുകളിലാണ് കേട്ടോ. ഇതിന്റെ മുകളിലേ നല്ല കാറ്റാണ്. നല്ല കാറ്റ് കൊണ്ടിട്ട് തണുത്ത അവിൽ മിൽക്ക് കഴിക്കാം അല്ലേ പപ്പ? എന്തെങ്കിലും അഭിപ്രായം പറയണ്ടോ? നല്ല നല്ല സ്ഥലമാണ് അല്ലേ? നല്ല തണുത്ത കാറ്റ് കിട്ടും. നല്ല അന്തരീക്ഷം, നല്ല അന്തരീക്ഷമാണ്. പിന്നെ നേച്ചർ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നല്ല മലകളും കുന്നുകളും ഒക്കെ കാണുന്നു. ഇവിടെ നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ മറ്റേ എന്താണ് പറയാ, മലകളും എല്ലാം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും അല്ലേ? അല്ലേ? പൂള് കാണാൻ പറ്റും. ഞങ്ങള് പൂളിൽ ഇറങ്ങിയില്ല, സമയം കിട്ടിയില്ല. കുറെ റൈഡ്സ് ഉണ്ട്, അത് കാരണം പൂളിൽ ഇറങ്ങാൻ സമയം കിട്ടിയില്ല അല്ലേ? പിന്നെ ഡ്രസ്സ് എടുത്തിട്ടില്ല. ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോ എന്തായാലും പൂളിൽ ഇറങ്ങും അല്ലേ? ഒരു എക്സ്ട്രാ ജോഡി ഡ്രസ്സും കൊണ്ടുവരും അല്ലേ? എൻജോയ്. അങ്ങനെ ഞങ്ങളുടെ ഓർഡറൊക്കെ വന്നു. നൂഡിൽസ്, അവിൽ മിൽക്ക്, മോമോസ് ഒക്കെ വന്നു. ടേസ്റ്റൊക്കെ അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ അധികം സമയം കളയുന്നില്ല, ഞങ്ങൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണും വരെ. ടിൽ ദെൻ ബൈ.